മേൽമുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഇന്നു നാം ശരിക്കും അത്ഭുതപ്പെടും. പാതയോരങ്ങളിൽ നിറയെ തലപൊക്കി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മത ഭൗതിക വിജ്ഞാന സൗധങ്ങളാൽ സമ്പന്നമാണിന്ന് നമ്മുടെ നാട്. പ്രതികൂല കാലാവസ്ഥകളിൽ ദരിദ്രപരമായ ചുറ്റുപാടുകളിൽ നിന്നും ധീരമായി പൊരുതിയാണ് മേൽമുറിക്കാർ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ പുരോഗതി നേടിയെടുത്തത്. മുമ്പ് മേൽമുറിക്കാർക്ക് മലപ്പുറത്തോ മറ്റ് അയൽ സ്ഥലങ്ങളിലോ സ്കൂളുകളിൽ പ്രവേശനം നൽകിയിരുന്നില്ല. മേൽമുറിക്കാർ പ്രശ്നക്കാരാണ് എന്ന തോന്നലായിരുന്നു ഇതിന് കാരണം. മുമ്പ് മേൽമുറിക്കാരനായതിനാൽ സ്കൂളിൽ സീറ്റ് നിഷേധിച്ചവരെ ഇപ്പോൾ മേൽമുറിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇവിടത്തുകാർ. വിദ്യാഭ്യാസ മേഖലയിൽ മേൽമുറിക്കാർ ഒരിക്കലും പിന്നോട്ടു പോവാൻ പാടില്ല എന്ന ഉത്തമ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മേൽമുറിയിലെ ഒരു പറ്റം സുമനസ്സുകളാണ് ഹൈസ്കൂളിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. അങ്ങനെ 1994 മേൽമുറി മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് അഥവാ MMET നിയമപരമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന് അനുകൂലമായ സമീപനങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതി ഇതിനനുകൂലമായി പ്രതികരിക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് 2003 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ എയ്ഡഡ് സ്കൂളിന് അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ 2004 മേൽമുറിയുടെ ചിരകാല സ്വപ്നമായിരുന്ന UP അറ്റാച്ച്ഡ് എയ്ഡഡ് ഹൈസ്കൂളായ MMET ഹൈസ്കൂൾ സ്ഥാപിതമായി. 2006 സ്കൂൾ 5 മുതൽ 10 വരെയുള്ള കംപ്ലീറ്റഡ് ഹൈസ്കൂൾ ആവുകയും പിന്നീട് 2014 ഹയർ സെക്കൻഡറിയായി ഉയർത്തപ്പെടുകയും ചെയ്തു. 3000-ഓളം വിദ്യാർത്ഥികളും 100-ൽ പരം അധ്യാപകരുമുള്ള ജില്ലയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി സ്ഥാനം പിടിക്കുവാൻ ചുരുങ്ങിയ കാലം കൊണ്ട് MMETക്ക് സാധിച്ചു. MMETയുടെ വിദ്യാഭ്യാസ മുന്നേറ്റവും മികവുകളും അഭിമാനമാകുമ്പോൾ തന്നെ ഈ വിദ്യാഭ്യാസ സമുച്ചയം കെട്ടിപ്പടുക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച ഒട്ടേറെ പേരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരുന്നുണ്ട്. കുഞ്ഞാക്കയുടെ പേരാണ് ആദ്യം നമ്മുടെ ഓർമ്മകളിലെത്തുന്നത്. മേൽമുറിയുടെ വിദ്യാഭ്യാസ പുരോഗതി ഏറെ ആഗ്രഹിക്കുകയും MMET എന്ന ഈ ഉന്നത സ്ഥാപനം യാഥാർത്ഥ്യമാവാൻ മുന്നിൽ നടക്കുകയും ചെയ്തയാളായിരുന്നു പ്രിയപ്പെട്ട PP കുഞ്ഞാൻ സാഹിബ്. പൊതുപ്രവർത്തനത്തോടൊപ്പം തന്നെ സ്കൂളിന്റെ മുഴുവൻ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്ന മുൻ മാനേജർ. നാട്ടുകാരുടെയും MMETയുടെയും എല്ലാം പ്രിയങ്കരനായ കുഞ്ഞാൻ സാഹിബ് വിട പറഞ്ഞിട്ട് 4 വർഷം തികയാൻ പോവുകയാണ്. വാർഷികാഘോഷങ്ങളുടെ ഒരുക്കത്തിനിടെ നമ്മോട് വിട പറഞ്ഞ പ്രിയങ്കരനായ PMR ബാപ്പുട്ടി കാക്കയെയും നമുക്ക് മറക്കാനാകില്ല. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും അതീവ താല്പര്യം കാണിച്ചിരുന്ന പാപ്പുട്ടിക്കാക്ക അവസാന നിമിഷം വരെ സ്കൂളിന്റെ പുരോഗതിയിൽ സജീവമായിരുന്നു. പിന്നെയും ഒട്ടേറെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. MMETയുടെ സ്ഥാപനത്തിലും വളർച്ചയിലും പുരോഗതിയിലും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും 20ാം വാർഷിക വേളയിൽ ഓർമ്മപ്പൂക്കളോടൊപ്പം പ്രാർത്ഥനകളും നേരുന്നു. ഈ കാലയളവിൽ സ്കൂൾ കരസ്ഥമാക്കിയ പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം. MMET സ്കൂളിന് ഇക്കാലയളവിൽ ലഭിച്ച അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒട്ടേറെയാണ്. 2012-13 വർഷത്തെ മികച്ച PTAക്കുള്ള സംസ്ഥാന അവാർഡ് നേടാനായത് സ്കൂളിൻ്റെ ചരിത്രത്തിലെ തിളക്കമുള്ള അധ്യായമാണ്. റവന്യൂ ജില്ലാ തലത്തിൽ 2 തവണ മികച്ച PTAക്കുള്ള 1ാം സ്ഥാനവും 3 വർഷം തുടർച്ചയായി മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച PTAക്കുള്ള പുരസ്കാരവും നേടി. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ 2015-16 ശിശു സൗഹൃദ സ്കൂളായി നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറ്റോളം, മൺപെരുമ, ലഞ്ച് ബോക്സ് തുടങ്ങിയ ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയും ലഞ്ച് ബോക്സിന് ഗ്ലോബൽ ഗ്ലോറിയസ് അവാർഡും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരവും ലഭിച്ചു. മാതൃഭൂമി സീഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മൂകാഭിനയത്തിന് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. 2013-14 വർഷത്തിൽ ഏഷ്യയിലെ മികച്ച സ്കൂളായി നമ്മുടെ സ്കൂളിനെ നെതർലാൻഡിലെ അഫലാറ്റൂൺ ക്ലബ്ബ് തിരഞ്ഞെടുത്തത് മികവിൻ്റെ മികച്ച നിദർശനമാണ്.
നെതർലാൻഡിൽ നടന്ന കുട്ടികളുടെ സാമ്പത്തിക ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് അഷ്ഫാഖും മനാസിർ അലിയുമാണ്. ഇതിൻ്റെ തുടർച്ചയെന്നോണം സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാൻ നെതർലാൻഡിലെ മിസ് ബെർണൈസ് റോൾഡാൻ സ്കൂളിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. പഠന നിലവാരത്തിലും വിജയശതമാനത്തിലും ജില്ലയിലെ മികച്ച സ്കൂളാകാൻ ഈ കാലയളവിൽ MMETക്ക് സാധിച്ചു. SLC, +2 പരീക്ഷകളിൽ തുടർച്ചയായി 100% വിജയം, 100-ലേറെ വിദ്യാർത്ഥികൾക്ക് ഫുൾ A+, USS, NMMS, രാജ്യപുരസ്കാർ തുടങ്ങിയ മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടാനായി. NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, JRC എന്നിവയുടെ മികച്ച യൂണിറ്റുകൾ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വിവിധ ക്ലബ്ബുകളും ഏറ്റവും നല്ല ഭൗതിക സൗകര്യങ്ങളുമാണ് സ്കൂളിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത പ്രതിഭകളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നു. ഹായ്, ഞാൻ ഉസ്ന. 2007 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം കവിതാ രചനാ വിഭാഗത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഹായ്, ഞാൻ സിദ്രാനു VC. 2019 നടന്ന സംസ്ഥാന അറബിക് കലോത്സവത്തിൽ പോസ്റ്റർ രചനാ മത്സരത്തിൽ A ഗ്രേഡോട് കൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ ഫാത്തിഹ്. 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ A ഗ്രേഡോട് കൂടി 1ാം സ്ഥാനം നേടാൻ എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ അൻഷിദ്. 2016, 17, 18 വർഷങ്ങളിൽ MMET സ്കൂളിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കാനും 2018 A ഗ്രേഡോട് കൂടി 1ാം സ്ഥാനം കരസ്ഥമാക്കാനും എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ മുഹമ്മദ് റിനാദ്. 2024-25 സംസ്ഥാന കലോത്സവത്തിൽ വട്ടപ്പാട്ട് അറബിഗാനം എന്നീ മത്സരത്തിൽ A ഗ്രേഡോട് കൂടി എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. ഞാൻ ഹനു. 2022, 23, 24 വർഷങ്ങളിൽ സംസ്ഥാന ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഹായ്, ഞാൻ റെയ്ത. 2023-ലും 2024-ലും തൈക്കോണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഹായ്, ഞാൻ അദ്വ. 2023-24 സ്കൂൾ ഗെയിംസിൽ സ്റ്റേറ്റിൽ തൈക്കോണ്ടോ വിഭാഗത്തിൽ എനിക്ക് 3ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡോക്ടർ ആഷിഖ്. ഞാൻ 2008 തൊട്ട് 2011 വരെ സ്റ്റേറ്റ് സയൻസ് ഫെയറിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റർ ഓഫ് മാരിസ് മോൾഡിങ്ങിലായിരുന്നു. നമ്മൾ 3 തവണയും A ഗ്രേഡും 2 തവണ നമ്മൾ 5ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ റോഷൻ. 2000 നടന്ന ശാസ്ത്രമേളയിലെ ഭാസ്കരാചാര്യ മാത്സ് സെമിനാറിൽ സംസ്ഥാന തലത്തിൽ എനിക്ക് A ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. ഞാൻ ഐസൽ TVMലെ 4ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയാണ്. ഹലോ, ഞാൻ സന. 2018-19, 2019-20 എന്നീ വർഷത്തിൽ ബഡ് ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് എന്ന ഇനത്തിൽ എനിക്ക് സംസ്ഥാന തലത്തിൽ A ഗ്രേഡും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2022-23 എന്ന വർഷം A ഗ്രേഡും 2ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ മുഹമ്മദ് ദാനിഷോ MMETയിൽ പഠിക്കുന്നു. 2024 സംസ്ഥാന ഇൻക്ലൂസീവ് ഫുട്ബോൾ മത്സരത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി വിജയം കൈവരിക്കാൻ സാധിച്ചു. ഞാൻ മുഹമ്മദ് നിഹാൽ. 2023 നടന്ന സംസ്ഥാന കായികോത്സവത്തിൽ പവർ ലിഫ്റ്റിംഗിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഹായ്, ഞാൻ ഷഹിന. 2014 സയൻസ് ബാച്ചിൽ കുക്കിംഗ് കോമ്പറ്റീഷനിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. ഞാൻ മുഹമ്മദ് ഫാദിജ്. 2024-25 വർഷത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന തല ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന്റെ പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചു. ഹായ്, മൈസെൽഫ് മസൻ നാസിഫ്. 2019 സംസ്ഥാന IT മേളയിൽ ആനിമേഷൻ വിഭാഗത്തിൽ A ഗ്രേഡ് കൂടി 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ എനിക്ക് സാധിച്ചു. ഹായ്, ഞാൻ ഹംദ. 2022 സയൻസ് ക്വിസിൽ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. ഹായ്, ഞാൻ ലിയാന. 2022 നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ചുവട് ഇനത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും തുടർന്ന് 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിനു വേണ്ടി പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഹായ്, ഞാൻ അഖില. 2023 നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓപ്പൺ ഫൈറ്റ് ഇനത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ബാദുഷ VP. ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം, സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി.
ഫെഡറേഷന്റെ സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ചുവടിനത്തിൽ 2ാം സ്ഥാനം നേടി നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി. വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതിയിലെത്തിയ നമ്മുടെ ഏതാനും പൂർവ്വ വിദ്യാർത്ഥികളെ പരിചയപ്പെടാം. ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ റൂബി. MMVT ഹൈസ്കൂളിൽ നിന്നും 2009 SSLC പാസ് ഔട്ടായ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അതിനുശേഷം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ്, ഞാൻ ഷിബിൽ. 2016 SLC ബാച്ചിലെ MMVTയിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം 2018 ഞാൻ IIT മദ്രാസിൽ BTechന് ജോയിൻ ചെയ്തു. എഞ്ചിനീയറിംഗ് ഫിസിക്സിലായിരുന്നു. ഇപ്പോൾ ഒരു US ബേസ്ഡ് VLSI കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹലോ, ഞാൻ ഡോക്ടർ ഹസ്ന. ഇപ്പോൾ എയിംസ് ദേവ്ഗറിൽ ഹൗസ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ 2016 MMVT SSLC പാസ് ഔട്ടാണ്. ഞാൻ മുഹമ്മദ് ജോബർ. 2015 ബാച്ചിൽ SLC ബാച്ചിൽ പാസ് ഔട്ടാണ്. ഇപ്പോൾ PGക്ക് പഠിക്കുകയാണ് എയിംസ് റായ്ബറേലിയിൽ പീഡിയാട്രിക്സിൽ. ഹായ് ഓൾ, ഐ എം ഡോക്ടർ നീമ. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മംഗളഗിരിയിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ ഹൗസ് സർജൻസി കഴിഞ്ഞു. കുട്ടികളുടെ നേട്ടങ്ങൾ പോലെ തന്നെ MMVTക്ക് പ്രധാനമാണ് അധ്യാപകരുടെ ഓരോ നേട്ടങ്ങളും. മുഹമ്മദ് മാസ്റ്റർ, സ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്റർ, സ്കൂളിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെയും സാമൂഹ്യ പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളുടെയും ഫലമായി സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപക അവാർഡ് 2013 നേടി. എയ്ഡഡ് സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ അവാർഡിനും മുഹമ്മദ് മാസ്റ്റർ അർഹനായിട്ടുണ്ട്. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിൽ സ്കൂളിന് ലഭിച്ച വിവിധ അംഗീകാരങ്ങൾ മുഹമ്മദ് സർ പ്രധാന അധ്യാപകനായ കാലയളവിലായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അധ്യാപകരായ EC മുസ്തജീബ്, സുജീർ ബാബു എന്നിവർ പാഠപുസ്തക രചനയിൽ പങ്കാളിയായവരാണ്. K പ്രജിത ടീച്ചിങ് മെറ്റീരിയൽസിൽ സംസ്ഥാന തലത്തിൽ 4ാം സ്ഥാനം നേടുകയും പാഠപുസ്തക രചന SRG എന്നീ നിലയിലും പ്രവർത്തിച്ചു. PN സൗദാബി കോവിഡ് കാലത്ത് വിക്ടേഴ്സ് ചാനലിൽ ഓൺലൈൻ ക്ലാസ് എടുത്തും പാഠപുസ്തക രചന SRG എന്നീ നിലയിലും ശ്രദ്ധ നേടി. സിന്ധു സുന്ദർ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചു. TM സൈഫുദ്ദീൻ, സാദിഖ് അലി CP എന്നിവർ സ്കൗട്ട് ഹിമാലയ വുഡ് ബാഡ്സ് നേടി. സഹപാഠിക്കൊരു വീട് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ സ്കൂളിലെ പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകി. ഈ വീട് കൂട്ടായ്മയുടെ വിജയമാണ്. തങ്ങളുടെ സ്കൂൾ പരിസരത്ത് എന്നും കാണാറുള്ള മനുഷ്യനായി വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തെ മുഴുവൻ കുട്ടികളും ഏറ്റെടുത്തു. പണം മാത്രമല്ല, അവധി ദിവസങ്ങളിൽ പണികൾ ചെയ്തും വീടിനായി പ്രയത്നിച്ചു. പഠനരംഗത്തെ മികവ്, വിവിധ മത്സര പരീക്ഷകളിലെ തിളക്കമാർന്ന വിജയം, കലാകായിക സാഹിത്യ മേഖലകളിലെ മികവ്, പ്രശംസനീയമായ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, മികച്ച ഭൗതിക സൗകര്യങ്ങൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുപരി തികഞ്ഞ അച്ചടക്കബോധവും ഉത്തമ സാമൂഹിക സാംസ്കാരിക ബോധവും കുട്ടികളിൽ വാർത്തെടുക്കുന്നതിൽ MMVT മറ്റു വിദ്യാലയങ്ങൾക്ക് എന്നും മാതൃകയാണ് എന്നത് നമ്മുടെ വിദ്യാലയത്തെ ജില്ലയിലെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തുന്നു.